സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായലാർ. ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, കമൻറ്റുകൾ എന്ത് തന്നെയായാലും വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഇന്നത്തെ ഹൈലൈറ്റ്സിലേക്ക് പോവുകയാണെങ്കിൽ നിഫ്റ്റി, സെൻസെക്സ് രണ്ടും ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അതിൻ്റെ റാലി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 5 ദിവസത്തിൽ 4 ദിവസവും സൂപ്പർ ഗ്രീൻ ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം 5ാമത്തെ ദിവസം റെഡ് ക്യാൻഡിൽ വന്ന് ഇന്ന് അതിനെ ഓവർറൂൾ ചെയ്യുന്ന രീതിയിൽ വീണ്ടും പവർഫുള്ളായിട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ കയറി വന്നിട്ടുണ്ട്. സോ മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഇന്ന് ഇന്ത്യ രൂപയുടെ മൂല്യം 11 പൈസ ഇടിഞ്ഞു. അങ്ങനെ 83 രൂപ 45 പൈസ വരെ അത് എത്തിയിട്ടുണ്ടായിരുന്നു ഒരു US$ൻ്റെ മൂല്യം, US$ൻ്റെ വിനിമയ നിരക്ക്. സൊമാറ്റോ 1.57% വർദ്ധിച്ചിട്ടുണ്ട്. സ്റ്റോക്ക് ഇന്ന് റാലി ചെയ്തിട്ടുണ്ട്. കാരണം ഡെറിവേറ്റീവ്സ് മാർക്കറ്റിൽ സൊമാറ്റോ എൻ്റർ ആവുകയാണ്. അതുപോലെ നിഫ്റ്റി 50-ൽ സൊമാറ്റോക്ക് ഒരു സീറ്റ് കിട്ടും എന്നൊരു ന്യൂസ് വന്നതോടുകൂടി നല്ല രീതിയിൽ സൊമാറ്റോ കയറിപ്പോയിട്ടുണ്ട്. ദെൻ അലംബിക് ഫാർമ 2% ഒരു റാലി കാഴ്ചവെച്ചു. FDA അപ്രൂവൽ കിട്ടി എന്ന വാർത്തയോടുകൂടിയാണ് ഈ ഒരു റാലി ഉണ്ടായത്. അശോക് ലൈലാൻഡ് ഇന്ന് 1.2% ഒരു ഇടിവ് രേഖപ്പെടുത്തി. കാരണം കഴിഞ്ഞ മാസം ജൂൺ മാസത്തിലെ ഓട്ടോ സെയിൽസ് പ്രതീക്ഷിച്ചതിലും താഴ്ന്ന നിലയിലേക്ക് പോയതാണ് പ്രധാനപ്പെട്ട കാരണം. ഇന്ത്യയിൽ നിന്നും പഞ്ചസാര കയറ്റുമതിക്കുള്ള നിരോധനം ഒക്ടോബർ മാസം വരെ തുടരും എന്നാണ് ഒഫീഷ്യൽസ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഷുഗർ സെക്ടറിന് അത് ഒരു ശുഭ സൂചനയല്ല നൽകുന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ US മാർക്കറ്റ് കറൻ്റ്ലി ഡോ ജോൺസ് 149 പോയിന്റ് ഗ്രീനിലാണ്. അതേസമയത്ത് S&P 500 നെസ്ഡാക്കും ജസ്റ്റ് ബ്രേക്ക് ഈവനായി നിൽക്കുകയാണ്, റെഡിലാണുള്ളത്, ഗ്രീനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ മാർക്കറ്റ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി സൂപ്പർ ബുള്ളിഷാണ്, നിക്കി ബുള്ളിഷാണ്, ഹാങ്സങ് ബുള്ളിഷാണ്, എല്ലാം ബുള്ളിഷാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് 24,246-ലാണ്, 40 പോയിന്റ് ഗ്രീനിലാണ്. എന്തായാലും മാർക്കറ്റ് എല്ലാം തന്നെ ഒരു പോസിറ്റീവ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് 17 പോയിന്റിൻ്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. 171 പോയിന്റ്, അഥവാ 0.71% ഒരു ഇൻട്രാഡേ മൂവ്മെൻറ്റ് മാത്രമാണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായി 23,993-ൽ നിന്ന് 149 പോയിന്റ് ഒരു ലാഭത്തോടു കൂടി 24,142-ലാണ് നിഫ്റ്റി അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റി 50-ലുള്ള 50 സ്റ്റോക്കുകളിൽ 30 ലാഭത്തിലും 20 നഷ്ടത്തിലുമാണ് അവസാനിച്ചിരിക്കുന്നത്. ടെക് മഹീന്ദ്ര, വിപ്രോ, ബജാജ് ഫിനാൻസ്, ഗ്രാസിം തുടങ്ങിയ സ്റ്റോക്കുകളാണ് പ്രധാനമായിട്ടും ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചിരിക്കുന്നത്. ലൂസേഴ്സ് നോക്കുകയാണെങ്കിൽ, നഷ്ടത്തിൽ ക്ലോസ് ചെയ്ത കമ്പനികൾ നോക്കുകയാണെങ്കിൽ NTPC, ഏഷ്യർ മോട്ടോഴ്സ്, അപ്പോളോ ഹോസ്പിറ്റൽ, SBIN തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്ന് നഷ്ടത്തിൽ അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് നിഫ്റ്റിയിൽ 760 പോയിന്റിന് ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയത്ത് ജൂലൈ മാസത്തിൽ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, 149 പോയിന്റിൻ്റെ ഒരു മുന്നേറ്റമാണ് നിഫ്റ്റിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യ വിക്സ് 0.22% വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇന്നത്തെ ക്ലോസിംഗ് 13.83-ലാണ്. നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ CPR ആയിരുന്നു, പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സോ അതിൽ അത്ഭുതങ്ങളൊന്നും തന്നെ ഇല്ല. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് 223 പോയിന്റ് ലാഭത്തിൽ 52,575-ൽ ക്ലോസ് ചെയ്തു. ഫിൻ നിഫ്റ്റി 212 പോയിന്റ് ലാഭത്തിൽ 23,631-ൽ ക്ലോസ് ചെയ്തു. സെൻസെക്സ് 432 പോയിന്റ് ലാഭത്തിൽ 79,476-ൽ ക്ലോസ് ചെയ്തു. മിഡ് ക്യാപ്പ് 14 പോയിന്റ് ലാഭത്തിൽ 12,277-ൽ ക്ലോസ് ചെയ്തു. എല്ലാ ഇൻഡെക്സുകളും ഇന്ന് ഗ്രീനിലാണ് വന്നിട്ടുള്ളത്. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വർദ്ധിച്ചിട്ട് $82.08 മാറിയിട്ടുണ്ട്. ഗോൾഡ് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് കുറയാണ് ചെയ്തിട്ടുള്ളത്. $2,328 ഗോൾഡിൻ്റെ ഇന്നത്തെ റേറ്റ്. USD INR റേറ്റ് നോക്കുകയാണെങ്കിൽ 85. USD INR റേറ്റ് എഴുതിയതിൽ ഒരു അബദ്ധം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൽ ഈ ഒരു റേറ്റ് കറക്റ്റ് അല്ല. സോ അത് എന്തായാലും ഇന്നത്തേക്ക് സ്കിപ്പ് ചെയ്യണം. നാളെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നോക്കാം. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് ഇതുവരെയും പുറത്തെത്തിയിട്ടില്ല. സോ നമുക്ക് നാളെ രാവിലത്തേക്ക് അത് മാറ്റിവയ്ക്കാം. ദെൻ സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മീഡിയ ആണ് ഇന്ന് ഹയസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചുള്ളത്. 2.42% ഒരു മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. റിയാലിറ്റിയും PSU ബാങ്കും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ETF-ലേക്ക് വരികയാണെങ്കിൽ ഗോൾഡ് ബീസും ഫാർമ ബീസും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ദെൻ പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പെർസിസ്റ്റന്റ് ഇന്ന് 5.6% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ NTPC 2.06% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തി. പെർസിസ്റ്റന്റ് IEX
REC ലിമിറ്റഡ്, PFC, ടെക് മഹീന്ദ്ര, വേദാന്ത, HDFC, AMC, വിപ്രോ, ICICI, പ്രൂലി, ബജാജ് ഫിനാൻസ്, ഗ്രാസിം, അൾട്രാടെക് സിമെന്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ NTPC, വോൾട്ടാസ്, സിന്ധു ഹോട്ടൽ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, അശോക് ലൈലാൻഡ്, IDFC ഫസ്റ്റ് ബാങ്ക്, ബാങ്ക് ബറോഡ, ദെൻ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്, ഏഷ്യർ മോട്ടോഴ്സ്, അപ്പോളോ ഹോസ്പിറ്റൽ, SBI ആൻഡ് ഡോക്ടർ റെഡ്ഡി തുടങ്ങിയ സ്റ്റോക്കുകൾ നഷ്ടത്തിലും അവസാനിച്ചു. NSE മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1714 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 668 സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. ദെൻ നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ വന്നിരിക്കുന്നത് 1.07 ആണ്. ക്ലിയർലി അതൊരു ബുള്ളിഷ് മോഡാണ് സൂചിപ്പിക്കുന്നത്. 24,142 സ്പോട്ട് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 70 പോയിന്റ് മുകളിലായിട്ട് 24,212 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 76 ലക്ഷമാണ്. 24,500 ഈ ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 24,000 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് ഉള്ളത്. 88 ലക്ഷം പുട്ടാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 0.87 ആണ്. അതൊരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ മൂവ്മെൻ്റ് ആണ് സൂചിപ്പിക്കുന്നത്. 52,575 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 125 പോയിന്റ് മുകളിലായിട്ട് 52,700 ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത്. ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിരിക്കുന്നത് 41 ലക്ഷമാണ്. 53,000 ഈ കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത്. 52,500 ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ്, അത് 24 ലക്ഷമാണ് വന്നിരിക്കുന്നത്. നാളെ വരാനുള്ള റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ നോക്കുകയാണെങ്കിൽ ക്രസൻഡ സൊല്യൂഷൻ, വികാസ്, WSP, മജന്ത ലൈഫ് കെയർ ഇത്രയും സ്റ്റോക്കുകളാണ് നാളത്തേക്ക് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ളത്. നാളെ വരാനുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് കൊറിയ ഇൻഫ്ലേഷൻ റേറ്റ് ഇയർ ഓൺ ഇയർ, ഓസ്ട്രേലിയ RBI മീറ്റിംഗ് മിനിറ്റ്സ്, യൂറോ ഏരിയ ഇൻഫ്ലേഷൻ റേറ്റ്, യൂറോ ഏരിയ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഇത്രയും ഈവൻറ്റുകളാണ് നാളത്തേക്ക് വരാനുള്ളത്. ഞങ്ങളുടെ പേപ്പർ ട്രേഡ് എന്ന ഈ ഒരു സെഗ്മെൻറ്റ് ഞാൻ ഈ മാസം തൊട്ട് ഇത് ക്ലോസ് ചെയ്യാണ്. ഇതിൽ കൂടുതൽ പേർക്കും വലിയ താല്പര്യം ഇല്ല എന്നറിഞ്ഞതിനാൽ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ ഞാൻ ഇന്നത്തോടുകൂടി ഇത് റിമൂവ് ചെയ്യാണ് ഈ ഒരു പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിൽ നിന്നും. കാരണം ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കൂട്ടാൾക്കാർ അല്ലെങ്കിൽ ഒരാൾ പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നുള്ളത് മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമല്ല എന്നാണ് ഒത്തിരി പേരോട് ഞാൻ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞത്. ഇതിന് എഗെയിൻസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് രേഖപ്പെടുത്തുക. അതിനനുസരിച്ച് ഇത് കണ്ടിന്യൂ ചെയ്യണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ നമുക്ക് തീരുമാനമെടുക്കാം. എന്തായാലും കഴിഞ്ഞ മാസം നമ്മൾ 29% പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഈ മാസം ഫസ്റ്റ് ഡേ നെഗറ്റീവിലാണ്, ലോസിലാണ് ക്ലോസ് ചെയ്ത് 1% നഷ്ടത്തിലാണ് നമ്മൾ ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് 0.3%. ദെൻ ഈ ഒരു സെഗ്മെൻറ്റ് ഇവിടെ വെച്ച് നിർത്താം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആർക്കെങ്കിലും ഇത് കാണണം, സ്ഥിരമായി കാണണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗ്രൂപ്പുകളിലും മറ്റൊക്കെ ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണണം എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ട് ഇതിൽ മാറ്റം വരുത്താവുന്നതാണ്. സോ ഇന്ന് മിഡ് ക്യാപ്പിൻ്റെയും ബാങ്ക് എക്സിൻ്റെയൊക്കെ എക്സ്പയറി ആയിരുന്നു. പ്രത്യേകിച്ച് വലിയ സംഭവങ്ങളൊന്നും തന്നെ പറയാനില്ല. മിഡ് ക്യാപ്പ് രാവിലെ നോട്ടറേറ്റ് സോണിൽ ഓപ്പണായി ഒന്ന് ബ്രേക്ക് ഔട്ട് മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടിഞ്ഞു നിർത്തി താഴോട്ട് തന്നെ വന്ന് നോട്ടറേറ്റ് സോണിലേക്ക് തിരിച്ചു കയറി. അത്ര തന്നെ അതിനെക്കുറിച്ചുള്ളൂ. ബാങ്ക് എക്സ് ആണെങ്കിൽ മറ്റൊന്നും ചെയ്തില്ല. അവിടെ നേരെ കയറി നോട്ടറേറ്റ് സോണിൻ്റെ അകത്ത് സൈഡ് വൈസ് കളിച്ച് അവിടെ ഇന്നത്തെ ദിവസം അങ്ങ് തീർത്തു എന്നേ ഉള്ളൂ. ഇനി കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ട്രേഡേഴ്സ് അരീന എന്നുള്ള ഈ ചാനൽ ഇതുവരെയായിട്ട് 11,600 സബ്സ്ക്രൈബേഴ്സാണ്. 11,600 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഇന്ന് രാവിലത്തെ വീഡിയോയിൽ 15 കമൻറ്റുകൾ വന്നിട്ടുണ്ട്. എല്ലാവരോടും താങ്ക് യു പറയാണ്. ദെൻ ഗുഡ് ഇൻഫർമേഷൻ, താങ്ക് യു വെരി മച്ച് സർ. വാട്ട് അബൌട്ട് മാപ്പ് മൈ ഇന്ത്യ ഷെയർ? സത്യം പറഞ്ഞാൽ ഈ സ്റ്റോക്ക് ഞാൻ നോക്കിയിട്ടില്ല ഇതുവരെ. ഞാൻ എങ്ങനെയെങ്കിലും അതെനിക്ക് നോക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ദെൻ സന്ദീപ്, ഓപ്ഷൻസിൽ വേഗത്തിൽ വലിയ ഓർഡർ ഇടാൻ എന്തൊക്കെയാണ് മാർഗ്ഗങ്ങൾ? ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മാർഗ്ഗമുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഒരു 1000, 5000, 2000 ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ സെറോദയിൽ ഐസ്ബർഗ് എന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ടോട്ടൽ ക്വാണ്ടിറ്റിയെ നിങ്ങൾക്ക് എത്ര ഭാഗങ്ങളായിട്ടാണ് ഒരു ഓർഡറിൽ, ഇപ്പോൾ നിഫ്റ്റിയിലാണെങ്കിൽ 1800 അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ 900 ഒക്കെയാണ് ഓർഡർ ചെയ്യുക. അപ്പോൾ 900ൻ്റെ 5 ഓർഡർ വേണമെങ്കിൽ ഐസ്ബർഗിൽ എന്താ പറയുക 4500 ക്വാണ്ടിറ്റി അടിച്ചിട്ട് 5 ലെഗായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ 900ൻ്റെ 5 ലെഗായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്തെടുത്തോളും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നെനിക്കറിയാം. അതല്ലാതെ വേറെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഓക്കെ, നെക്സ്റ്റ് ഇതാരെ സന്ദീപ്. ജോർജ്, പ്രൊപ്പോസൽ ഓഫ് 30% ടാക്സ് ഓൺ F&O എങ്ങനെ മാർക്കറ്റിനെ ബാധിക്കും? F&Oയിൽ 30% മാർക്കറ്റ് വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാരാണ്. അവർക്കാണ് ഈ നിക്ഷേപങ്ങൾ കിട്ടേണ്ടത്. സ്വാഭാവികമായിട്ട് അത് മ്യൂച്വൽ ഫണ്ടിലേക്ക് ഈ പണം ഒഴുകും എന്നതിൽ സംശയമില്ല. പക്ഷേ എല്ലാവരും ടാക്സ് വന്നു എന്ന് കരുതിയിട്ട്
ആരും ഈ F&O ട്രേഡിംഗ് നിർത്തില്ല. അവർ കുറച്ചുകൂടെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കും, കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കും എന്നേ ഉള്ളൂ. നഷ്ടം ഉണ്ടാക്കുന്നവരാണെങ്കിൽ കൂടുതൽ നഷ്ടം ഉണ്ടാക്കും, ലാഭമുള്ളവരാണെങ്കിൽ അവരുടെ ലാഭത്തിൽ ചെറിയൊരു കുറവ് വരും. ഇതിപ്പോൾ ദുബായിൽ മുമ്പ് ടാക്സ് വരുന്ന ഒരു സംഭവം പറഞ്ഞിരുന്നു. ദുബായിൽ ടാക്സ് വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവിടെ നിൽക്കില്ല, എല്ലാവരും നാട്ടിലോട്ട് കയറിപ്പോവും. ടാക്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ ശമ്പളത്തിന് വർക്ക് എന്നവർക്കൊന്നും നടക്കില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ അവിടെ ടാക്സും വന്നു, റോഡിന് ടാക്സ് വന്നു, അതേപോലെ വരുമാനത്തിന് അല്ലെങ്കിൽ കച്ചവടത്തിന് അവിടെ ടാക്സ് വന്നു. എന്നിട്ട് പോലും ഒരാളും അവിടെ വിട്ടുപോയിട്ടില്ല. അതേപോലെ തന്നെ F&Oയിൽ 30% അല്ല 50% ടാക്സ് വന്നാലും കുറേ റീറ്റെയിലേഴ്സ് കുറച്ച് പേര് പോകുമായിരിക്കും. അതല്ലാതെ വേറെ ആരും തന്നെ അത് ഡ്രോപ്പ് ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് അത് വരട്ടെ, വന്നിട്ട് ആ സമയത്തേക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ കണ്ടുമുട്ടാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.